ഹലോ വെൽക്കം ടു anooptube. നമ്മൾ ഇന്ന് നോക്കുന്നത് ടെർമെക്സ് സീരീസിലെ ഒരു എല്ലാവരും കുറച്ച് ആൾക്കാർ നമ്മുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരു ബോട്ട് ഉണ്ടാക്കുകയാണ്, അല്ലെങ്കിൽ ഒരു വാട്സപ്പ് ബോട്ടോ അല്ലെങ്കിൽ ടെലഗ്രാം ബോട്ടോ എന്തായാലും നിങ്ങൾ ബോട്ട് ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഗിറ്റ് ഒരു റിപ്പോസിറ്ററി നിങ്ങൾക്ക് കിട്ടും. അതിനെ നിങ്ങൾ ഫോർക്ക് ചെയ്തിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് ഇടും. പക്ഷേ എവിടെയാണ് പ്രോബ്ലം വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയൊരു ഫോൾഡർ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോൺ ഉപയോഗിച്ചിട്ട് എങ്ങനെ ചെയ്യാമെന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഫോൾഡറൊക്കെ ക്രിയേറ്റ് ചെയ്ത് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഒരു ഫോൺ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിലോട്ട് എങ്ങനെയാണ് ഒരു പുതിയൊരു ഫോൾഡർ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ പുതിയൊരു ഫോൾഡർ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ഒരു സാധാരണ ഒരു ഗിറ്റ് റിപ്പോസിറ്ററിയിൽ ഞാൻ എങ്ങനെയാണ് കാണിച്ചു തരുന്നത്. ഞാനൊരിക്കലും ഒരു ബോട്ടിനെ ക്രിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും കാണിച്ചു തരുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് റിപ്പോസിറ്ററിയിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിപ്പോസിറ്ററിയിലോ അല്ലെങ്കിൽ ഒരു ഫോർക്ക് ചെയ്ത റിപ്പോസിറ്ററിയിലോ എന്ത് വേണിച്ചാലും നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിന് മുമ്പുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി കവർ ചെയ്തിട്ടുണ്ട്. അതായത് എങ്ങനെയാണ് നമ്മൾ എക്സ്റ്റേണൽ ആയിട്ടുള്ള സ്റ്റോറേജിലോട്ട് ആക്സസ് കൊടുക്കുക, പിന്നെ എങ്ങനെയാണ് നമ്മൾ ആക്സസ് കോഡ്, അതായത് പേഴ്സണൽ ആക്സസ് ടോക്കൺ നമ്മൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക, ഈ കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അതൊന്നും നമ്മളിവിടെ നോക്കുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് എങ്ങനെയാണ് ഈ സംഭവങ്ങൾ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു വെബ് ബ്രൗസർ എടുക്കുക. അപ്പോൾ ഞാനിവിടെ എടുക്കുന്നത് ക്രോമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഒരു വെബ് ബ്രൗസർ എടുക്കുക. അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഏത് റിപ്പോസിറ്ററി വേണമെങ്കിലും എടുക്കുക. അപ്പോൾ ഞാൻ ഇതിൽ എടുത്തിരിക്കുന്നത് എൻ്റെ അക്കൗണ്ടിലുള്ള ഒരു ടെർമെക്സ് ഡെമോ എന്ന് പറഞ്ഞിട്ടൊരു റിപ്പോസിറ്ററിയാണ്. നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ ക്രിയേറ്റ് ചെയ്തൊരു റിപ്പോസിറ്ററിയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ക്രോമിൽ പോയിട്ട് സെറ്റിങ്സിൽ ജസ്റ്റ് മാറ്റിയിട്ട് ഡെസ്ക്ടോപ്പ് സൈറ്റ് ഇതാക്കി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും കോഡ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് ഡ്രോപ്പ് ഡൗണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു അഡ്രസ് ബാർ കിട്ടും. ജസ്റ്റ് അത് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം വെച്ചാൽ നിങ്ങളുടെ ടെർമെക്സിലോട്ട് വരണം. ഓക്കെ, ടെർമെക്സിലാണ് ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ടെർമെക്സ് എടുക്കുക. അപ്പോൾ നമ്മൾ ഓൾറെഡി ടെർമെക്സിൻ്റെ സീരീസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഓൾറെഡി നിൽക്കുന്നത് ഹോം ഫോൾഡറിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ജസ്റ്റ് LS അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് എന്തൊക്കെ കാണാൻ പറ്റും, സ്റ്റോറേജ് കാണാൻ പറ്റും, ടെസ്റ്റിംഗ് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്റ്റോറേജിലാണ് നമ്മൾ ഈ സ്റ്റോറേജ് എന്ന് പറഞ്ഞ ആക്സസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എക്സ്റ്റേണൽ സ്റ്റോറേജ് ആക്സസ് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണ് ചെയ്യാന്നുള്ളത്. അത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇത് ആക്സസ് കിട്ടാൻ നോക്കും. ഇനി ജസ്റ്റ് നിങ്ങൾ CD സ്റ്റോറേജ് നടിക്കുക. സ്റ്റോറേജ് നടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് LS അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും കുറേ DCIM, മൂവീസ്, പിക്ചർ, ഡൗൺലോഡ്സ് എല്ലാം കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ ഇതിലാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഇൻറ്റേർണൽ സ്റ്റോറേജിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഫോൾഡർ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആ ഇഷ്ടമുള്ള ഫോൾഡറിൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് അതിലോട്ടാണ് നിങ്ങൾക്ക് ഫോൾഡർ, അതായത് നമ്മുടെ ഈ റിപ്പോസിറ്ററി ക്ലോൺ ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ ആ ഇൻറ്റേർണൽ സ്റ്റോറേജിലുള്ള ഫോൾഡറിലോട്ട് കിടക്കണം. അപ്പോൾ ഇൻറ്റേർണൽ സ്റ്റോറേജിലോട്ട് കിടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് നമ്മുടെ നടിക്കുക. ഷെയ്ഡ് നടിച്ച് കഴിഞ്ഞാൽ എൻ്റർ അടിക്കുക. അതിനുശേഷം CD ഞാൻ ഓൾറെഡി ടെർമെക്സ് ഡെമോ എന്ന് പറഞ്ഞിട്ട് ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ. ഓക്കെ, ടെർമെക്സ് ഡെമോ എന്ന് പറഞ്ഞിട്ട് ഓൾറെഡി ഒരു ഫോൾഡർ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ജസ്റ്റ് ഇവിടെ LS അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ജസ്റ്റ് index.html. ഓക്കെ, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിലോട്ടാണ് നമ്മൾ ജസ്റ്റ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് കേട്ടോ. അതായത് നമ്മൾ ജസ്റ്റ് ഇതിലോട്ടാണ് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഒരു ഗിറ്റ് റിപ്പോസിറ്ററി ഇവിടെ ഉണ്ടാക്കാൻ പോവാണ്. ഓക്കെ, ഗിറ്റ് റിപ്പോസിറ്ററി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഞാൻ ഇതിനകത്ത് പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ആ പുതിയൊരു ഫോൾഡർ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ജസ്റ്റ് നിങ്ങൾ ഫയൽ മാനേജർ എടുക്കുക. അതിനുശേഷം മെയിൻ സ്റ്റോറേജ് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ടെർമെക്സ് ഡെമോ എന്ന് പറഞ്ഞൊരു ഫോൾഡർ കാണാൻ പറ്റും. ഓക്കെ, ജസ്റ്റ് ടെർമെക്സ് ഡെമോയിൽ നോക്കിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഇവിടെ ഒരു ന്യൂ നടിക്കുക. അതിനുശേഷം ജസ്റ്റ് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ ജസ്റ്റ് ഒരു മൈ ഫോൾഡർ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. ഈ ഫോൾഡറിനകത്തായിരിക്കും ഞാൻ ക്ലോൺ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യുക, ഇവിടെ ജസ്റ്റ് LS അടിച്ച് കൊടുക്കുക. LS അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും മൈ ഫോൾഡർ എന്ന് പറഞ്ഞ സാധനം ഇപ്പോൾ ഓൾറെഡി വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ CD മൈ ഫോൾഡർ എന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ CD മൈ ഫോൾഡർ എന്ന് അടിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി നിങ്ങൾക്ക് ഇതിനകത്ത് കയറും. അതിനുശേഷം LS അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒന്നും കാണാനില്ല. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഇനി എന്ത് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ജസ്റ്റ് ഗിറ്റ് ക്ലോൺ നടിക്കുക. അതിനുശേഷം ജസ്റ്റ് ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് പേസ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ലോങ് പ്രസ് ചെയ്തിട്ട് പേസ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി ക്ലോൺ ചെയ്യാനുള്ള നമ്മുടെ അഡ്രസ്സ് നമ്മൾ ഓൾറെഡി കോപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ജസ്റ്റ് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ക്ലോണിങ് ടു ടെർമെക്സ് ഡെമോ എന്ന് പറഞ്ഞിട്ട് സംഭവത്തിലോട്ട് വരും. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഇവിടെ LS അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഓൾറെഡി എല്ലാം സക്സസ് ആയി എന്ന് പറഞ്ഞിട്ട് കാണുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് LS അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ പുതിയൊരു ഫോൾഡർ കാണാൻ പറ്റും, ടെർമെക്സ് ഡെമോ എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ഫോൾഡർ കാണാൻ പറ്റും. ഓക്കെ, അതായത് നമ്മൾ ഇപ്പോൾ ക്ലോൺ ചെയ്ത ഫോൾഡറിൻ്റെ പേരാണത്. ഓക്കെ, ഇനി ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാലും കാണാൻ പറ്റും ഇവിടെ empty ഫോൾഡർ ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇവിടെ ടെർമെക്സ് ഡെമോ എന്ന് പറഞ്ഞൊരു ഫോൾഡർ വന്നിട്ടുണ്ട്. അവിടെ index.html എന്ന് പറഞ്ഞൊരു സംഭവം വന്നിട്ടുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഇവിടെ CD അടിക്കുക. അതിനുശേഷം ടെർമെക്സ് ഡെമോ എന്ന് അടിച്ചിട്ട് എൻ്റർ അടിക്കുക. അതിനുശേഷം LS അടിക്കുക. അപ്പോൾ ഇവിടെ index.html എന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ നമുക്ക് പുതിയൊരു ഫോൾഡർ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം.
ഓക്കെ, എന്നിട്ട് ആ ഫോൾഡറാണ് നമ്മൾ ഗിറ്റബിലോട്ട് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു റിപ്പോസിറ്ററി നമ്മൾ ക്ലോൺ ചെയ്തു, ഇനി ഈ റിപ്പോസിറ്ററി അകത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് ജസ്റ്റ് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും ഫയൽ മാനേജറിൽ പോവുക, എന്നിട്ട് ആ ടെർമെക്സ് ഡെമോ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ക്ലോൺ ചെയ്തിരിക്കുന്ന സംഭവം ഉണ്ടല്ലോ, അതിനകത്തോട്ട് കയറിയതിന് ശേഷം അവിടെ നമ്മൾ പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, അതെന്താ വെച്ച് കഴിഞ്ഞാൽ ടെസ്റ്റ് ഫോൾഡർ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. ടെസ്റ്റ് അണ്ടർസ്കോർ ഫോൾഡർ എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഈ ടെസ്റ്റ് അണ്ടർസ്കോർ ഫോൾഡറിനകത്ത് ഞാൻ ജസ്റ്റ് പുതിയൊരു ഫയൽ ഉണ്ടാക്കി. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ഫയൽ ഉണ്ടാക്കി. ടെസ്റ്റ് ഫയൽ .html എന്നുകൊണ്ട് ഒരു പുതിയൊരു ഫയൽ ഉണ്ടാക്കി. ജസ്റ്റ് പുതിയൊരു ഫയൽ ഉണ്ടാക്കി, അത്രേ ഉള്ളൂ. ഓക്കെ, അതിനുശേഷം ഞാൻ വീണ്ടും നമ്മുടെ ടെർമെക്സിലോട്ട് വരിക, എന്നിട്ട് ജസ്റ്റ് LS അടിക്കുക. LS അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും ടെസ്റ്റ് ഫോൾഡർ എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ഫോൾഡർ ഉണ്ടായിട്ടുണ്ട് അല്ലേ, കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ അതിനകത്തോട്ട് നമ്മൾ ജസ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് CD ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നമുക്ക് അതിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ കാണാൻ പറ്റും. വീണ്ടും LS അടിക്കുക, അപ്പോൾ നിങ്ങൾക്ക് ടെസ്റ്റ് ഫയൽ .html എന്ന് പറഞ്ഞൊരു സംഭവം കാണാൻ പറ്റും. അപ്പോൾ ഇനി ഈ പുതിയൊരു ഫോൾഡർ നമ്മൾ എങ്ങനെയാണ് ഇനി ഗിറ്റിലോട്ട് അപ്ലോഡ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ജസ്റ്റ് ബാക്കിലോട്ട് പോകാൻ വേണ്ടിയിട്ട് CD ഡോട്ട് അടിക്കുക, എൻ്റർ അടിക്കുക, അതിനുശേഷം LS അടിക്കുക. ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്നത് ഇതിലായിരിക്കും, നിങ്ങളുടെ ടെർമെക്സ് ഡെമോ എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡറിലായിരിക്കും നിൽക്കുന്നുണ്ടാവും. കാരണം അവിടെ index.html കൊണ്ട് നമ്മൾ പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഗിറ്റ് സ്റ്റാറ്റസ് അടിക്കുക. ഗിറ്റ് സ്റ്റാറ്റസ് അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഗിറ്റിൻ്റെ കറസ്പോണ്ടിങ് സ്റ്റാറ്റസ് ഇപ്പോൾ കാണാൻ പറ്റും. ഇവിടെ ടെസ്റ്റ് ഫോൾഡർ എന്ന് പറഞ്ഞ സാധനം നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഈ സാധനം ഇവിടെ ഓൾറെഡി ആഡ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ഈ ടെസ്റ്റ് ഫോൾഡറിനെ ആഡ് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗിറ്റ് ആഡ് ടെസ്റ്റ് ഫോൾഡർ എന്ന് അടിച്ച് കഴിഞ്ഞാൽ എൻ്റർ അടിക്കുക. അതിനുശേഷം ഗിറ്റ് സ്റ്റാറ്റസ് അടിക്കുക. ഗിറ്റ് സ്റ്റാറ്റസ് അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പോൾ പുതിയൊരു ഫയൽ, അതായത് പുതിയ ഫയൽ അതിനകത്തുണ്ട്. അതായത് ടെസ്റ്റ് ഫയൽ .html എന്ന് പറഞ്ഞ സാധനം നമ്മളിപ്പോൾ ഓൾറെഡി ഉണ്ടാക്കിയതാണ്. അത് ഓൾറെഡി ആഡ് ചെയ്ത് പറഞ്ഞിട്ട് ന്യൂ ഫയൽ എന്ന് പറഞ്ഞിട്ട് എഴുതി കാണിച്ചു അല്ലേ. അപ്പോൾ ഈ ഫോൾഡർ ഓട്ടോമാറ്റിക് അതിനകത്തോട്ട് കയറിക്കോളും. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ ഒരു ഫയൽ ഇല്ലാതെ ഒരു ജസ്റ്റ് ഫോൾഡർ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഫോൾഡർ മാത്രം ആഡ് ചെയ്താൽ മതി. ഞാൻ ജസ്റ്റ് ഫയൽ കൂടി ആഡ് ചെയ്ത് കാണിച്ചു തന്നുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ചെയ്യുക. അതിനുശേഷം ടെസ്റ്റ് ഫയൽ .html ഓൾറെഡി നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഗിറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മൾ അടിക്കാതാണ് കമ്മിറ്റ് -m, അതിനുശേഷം ഒരു ഡബിൾ കോട്ട്സിനകത്ത് ഫയൽ ആഡഡ് അല്ലെങ്കിൽ ഫോൾഡർ ആഡഡ് എന്നുകൊണ്ട് ഞാൻ ആഡ് ചെയ്തു. അതിനുശേഷം എൻ്റർ അടിച്ചു. ഓക്കെ, അപ്പോൾ ജസ്റ്റ് പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്ത് പറഞ്ഞിട്ട് വന്നു. അതിനുശേഷം ഗിറ്റ് സ്റ്റാറ്റസ് അടിക്കുക. ഗിറ്റ് സ്റ്റാറ്റസ് അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്ന് കാണാൻ പറ്റും നത്തിങ് ടു കമ്മിറ്റ്. അതിനുശേഷം ഗിറ്റ് ലോഗ് അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കണ്ട ഫോൾഡർ ആഡ് എന്ന് പറഞ്ഞിട്ട് സംഭവം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ കണ്ട ഫോൾഡർ ആഡർ എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയൊരു കമ്മിറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അതിൻ്റെ കമ്മിറ്റ് ഹാഷ് എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ നമുക്ക് പുഷ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിറ്റ് പുഷ് ഒറിജിൻ മാസ്റ്റർ എന്ന് അടിക്കുക. അപ്പോൾ എൻ്റർ അടിക്കുക. ഓക്കെ, അതിന് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗിറ്റ് ബ്രാഞ്ച് എന്ന് അടിച്ച് നോക്കി കഴിഞ്ഞാൽ മെയിൻ ആയിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക. ഗിറ്റ് ബ്രാഞ്ച് എന്ന് അടിച്ച് കഴിഞ്ഞാൽ ഓക്കെ നമുക്ക് മെയിൻ ബ്രാഞ്ചിലാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അടിക്കേണ്ടത് ഗിറ്റ് ഒറിജിൻ മാസ്റ്റർ അല്ല, ഒറിജിൻ മെയിൻ എന്നാണ് അടിക്കേണ്ടത്. ഒറിജിൻ മെയിൻ എന്ന് അടിച്ച് കഴിഞ്ഞാൽ ഗിറ്റ് പുഷ് ഒറിജിൻ മെയിൻ എന്ന് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് യൂസർ നെയിം ചോദിക്കും ഗിറ്റബിലോട്ടുള്ളത്. അപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ യൂസർ നെയിം കൊടുക്കുകയാണ്. ഓക്കെ, അതിനുശേഷം ഇതിൻ്റെ പാസ്വേഡ് ചോദിക്കും. ഇതിൻ്റെ പാസ്വേഡ് എന്ന് പറയുന്നത് നമ്മുടെ പേഴ്സണൽ ആക്സസ് ടോക്കനാണ്. അപ്പോൾ പേഴ്സണൽ ആക്സസ് ടോക്കൺ നിങ്ങൾ എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്തിട്ട് അതാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ പേഴ്സണൽ ആക്സസ് ടോക്കൺ എടുക്കുകയാണ്. അത് ഞാൻ ഇവിടെ കാണിക്കുന്നില്ല. ഓക്കെ, ജസ്റ്റ് കോപ്പി ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ പേഴ്സണൽ ആക്സസ് ടോക്കൺ കോപ്പി ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ജസ്റ്റ് പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം എൻ്റർ അടിക്കുക. അപ്പോൾ എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും നമ്മൾ ഓൾറെഡി പുഷ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇത് കാണിക്കുന്നുണ്ട്. കണ്ടോ, കംപ്രസിങ് ഒബ്ജക്റ്റ് എല്ലാം മെയിനിലോട്ട് പുഷ് ചെയ്തു കൊണ്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് നിങ്ങളുടെ സംഭവങ്ങൾ. അതായത് നമുക്ക് എങ്ങനെയാണ് നമുക്കൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക. അപ്പോൾ നമുക്ക് ഈ ഫോൾഡർ നമുക്ക് അതിൽ നമ്മുടെ ഗിറ്റബിലോട്ട് എത്തിയോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് വെബ് ബ്രൗസർ എടുക്കുക. അതിനുശേഷം ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടോ, ടെസ്റ്റ് ഫോൾഡർ എന്ന് പറഞ്ഞൊരു സാധനം ഫോൾഡർ ഉണ്ടായിട്ടുണ്ട്. ആ ടെസ്റ്റ് ഫോൾഡറിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ ടെസ്റ്റ് ഫയൽ .html എന്ന് പറഞ്ഞ സാധനം ഓൾറെഡി വന്നിട്ടുണ്ട്. ഈ രണ്ട് സാധനം തന്നെയാണ് നമ്മൾ നമ്മുടെ ഫോണിനകത്ത് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മളിപ്പോൾ അപ്ലോഡ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾക്ക് പുതിയൊരു ഫയൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുക, പുതിയൊരു ഫോൾഡർ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുക. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരെ വെയിറ്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ പുതിയൊരു ടോപ്പിക്കായിട്ട് വരും. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ്, നിങ്ങൾക്ക് എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റിൽ പറയുക. അപ്പോൾ നമുക്ക് ആ വീഡിയോ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരെ വെയിറ്റ് ചെയ്യുക.